ഇറാനിൽ ഒരു പരിമിതമായ ആക്രമണം നടത്തി രക്ഷപ്പെടാനുള്ള ട്രംപിന്റെ നീക്കങ്ങളെല്ലാം ഇപ്പോൾ ഇറാൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ 18-ാം തീയതി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഇറാൻ ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ അല്ലെങ്കിൽ ആണവ കരാറിലേക്ക് ഇറാൻ കടന്നു വരുന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഡീഗോ ഗാർഷ്യ അതുപോലെ തന്നെ ഫയർഫോർഡ് എന്നറിയപ്പെടുന്ന ബ്രിട്ടന്റെ എയർബേസ് ഇത് രണ്ടും ഉപയോഗിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ഈ രണ്ട് എയർബേസുകൾ മാത്രം എടുത്തു പറയാനുള്ള കാരണം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൽ എയർബേസുകളുണ്ട്, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. മാത്രമല്ല ഇസ്രയേലിലും സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ബ്രിട്ടന്റെ അധീനതയിലുള്ള ഈ രണ്ട് കേന്ദ്രങ്ങളെ എടുത്തു പറയാനുള്ള കാരണം ഇറാന്റെ മുൻകൂർ ആക്രമണങ്ങൾ പൊളിക്കുക എന്നതാണ്. കാരണം ഡീഗോ ഗാർഷ്യ അതുപോലെ തന്നെ ഫയർഫോർഡ് തുടങ്ങിയിട്ടുള്ള എയർബേസിലേക്ക് ഇറാന് ഒരു മുൻകൂർ ആക്രമണം നടത്തുക എന്നത് വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആ ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുകയില്ല. എന്നാൽ അതിന്റെ പേരിൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നതും നിയമപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇറാനെ ഒരു മുൻകൂർ ആക്രമണം നടത്തുന്നതിൽ നിന്ന് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മുൻകൂർ ആക്രമണം നടത്തേണ്ടതില്ല. ഇതുവരെ ഇറാൻ മുൻകൂർ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും ഇറാൻ ആ ഒരു കാര്യം ഇപ്പോൾ മാറ്റിവെക്കുകയാണ്. മറിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഇറാൻ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നത് അമേരിക്കയുടെ എല്ലാ താവളങ്ങളെയും അതുപോലെ അമേരിക്കയുടെ എല്ലാ താല്പര്യങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസുകളും ഞങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മിന്തക്ക അല്ലെങ്കിൽ പ്രവിശ്യയിലുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ പെടും, അതുപോലെ ജോർദാനിലുള്ള താവളം പെടും, അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള താവളങ്ങളെല്ലാം ഈ പറഞ്ഞതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ആക്രമണം നടത്തി അതിലൂടെ പരിമിതപ്പെടുത്താൻ ഇറാൻ തയ്യാറല്ല. അതുപോലെ തന്നെ അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് വിലായത്തുൽ മുത്തഹിദ അൽ അമേരിക്കയ അൽ മസ്ഊൽ അൽ കാമില വൽ മുബാശറ അൻ അയ്യ അവാഖിബ് ഗൈർ മുതവഖിഅ വഖാരിജ അനിസ് സൈതറ. നിയന്ത്രണ വിധേയമല്ലാതെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം വലിയ ഒരു യുദ്ധത്തിലേക്കോ സംഘടനകളിലേക്കോ നീങ്ങിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദി അമേരിക്കയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇറാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 51 പ്രകാരം ഞങ്ങളുടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അത്തരത്തിലുള്ള ആക്രമണം നടത്തും. കാരണം ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആക്രമണത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 51 അംഗീകരിക്കുന്ന നിയമപരമായിട്ടുള്ള അടിയായിരിക്കും ഞങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെ നടത്തുക. അതേ സമയത്ത് അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളുടെയും എന്തെല്ലാം പ്രതിസന്ധികൾ മേഖലയിലുണ്ടോ അതിന്റെ മുഴുവൻ ഉത്തരവാദി അമേരിക്കയായിരിക്കും എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനെ ഒരു വ്യാപകമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇറാനെതിരെ ഒരു നിയമങ്ങളും എടുക്കാൻ കഴിയില്ല. അതിനുള്ള ഒരു മുൻകൂറായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുൻകൂർ ആക്രമണം എന്നത് ഇറാൻ ഇവിടെ നഷ്ടപ്പെടുമെങ്കിലും ഇറാന് ആ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങളെ എല്ലാം നശിപ്പിക്കുക എന്നത് അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുക. എന്നാൽ ആ കാര്യത്തിലേക്ക് ഇറാൻ നീങ്ങും. ഒരു മുൻകൂർ ആക്രമണം നടത്തിക്കൊള്ളണം എന്നില്ല എന്നതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതാണ്. ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താല്പര്യങ്ങളെ എല്ലാം കരിച്ചു കളയും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങനെ ഡീഗോ ഗാർഷ്യയും അതുപോലെ തന്നെ ഫയർഫോർഡ് തുടങ്ങിയിട്ടുള്ള ബ്രിട്ടന്റെ അധീനതയിലുള്ള എയർബേസുകൾ ഉപയോഗിക്കുന്നത്. ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഡീഗോ ഗാർഷ്യ അമേരിക്കക്ക് ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ടെങ്കിൽ പോലും മൂന്നാമത്തെ ഒരു രാഷ്ട്രത്തിനെതിരെ ആക്രമണം നടത്തണമെങ്കിൽ ബ്രിട്ടന്റെ അനുമതി വേണമെന്നാണ് അമേരിക്കയും അതുപോലെ ബ്രിട്ടനും തമ്മിലുള്ള കരാർ. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു നീക്കം നടത്താൻ അനുവദിക്കുകയില്ല, ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന്. കാരണം അത്തരം ഒരു ആക്രമണം ബ്രിട്ടന്റെ അധീനതയിലുള്ള ബേസുകളിൽ നിന്ന് ഉണ്ടായാൽ
അത് ബ്രിട്ടനിലേക്കും ആക്രമണം വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി എന്തൊരു ആക്രമണം ഏത് ഭാഗത്ത് നടത്തിയാലും മുൻകൂർ ആക്രമണങ്ങളെക്കാൾ ഇറാൻ ഇപ്പോൾ മുന്നിൽ വെക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങളെല്ലാം അടിച്ചു തകർക്കുക എന്ന് തന്നെയാണ്. ഇതാണ് ട്രംപ് ഭയപ്പെടുന്നത്. എന്നാൽ അത്തരം നീക്കം തന്നെയാണ് എന്നതാണ് ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാഷ്ട്രങ്ങളെയും ഇപ്പോൾ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.